ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ നേരത്തെ ഇത്തിരി കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിലും കുറേ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ ബഹളം കുറയ്ക്കാൻ വേണ്ടി മുതിർന്നവർ ഇത് നിങ്ങളെ വല്ല പള്ളിക്കൂടത്തിലും പറഞ്ഞയക്കാതെന്ന് പറയും. അത് ഇത്തിരി സമയം ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ എന്തെങ്കിലും പണിക്ക് പറഞ്ഞു വിടാതെന്ന് ചോദിക്കും. അങ്ങനെ ഇത്തിരി കൂടുതൽ അംഗസംഖ്യയുള്ള കുടുംബത്തിലാണ് ഞാൻ. അപ്പോൾ അന്ന് പഠിത്തം നിർത്തുമ്പോഴത്തേക്ക് അത്ര ആദ്യമൊന്നും തോന്നിയില്ല. കൂടെ എൻ്റെ പ്രായത്തിൽപ്പെട്ട തന്നെ ജോലിക്ക് പോയി തുടങ്ങിയതിൽ അവർക്കൊപ്പം ഞാനും ജോലിക്ക് പോയില്ലോ എന്ന് അഭിമാനമായിരുന്നു. അത് വളരെ നേരം നിന്നില്ല, ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളിൽ ആദ്യമായി പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള. കൂടെയുള്ളവർ പഠിക്കുന്നു, അവൻ്റെ വേഷം മാറുന്നു, അവൻ്റെ നിറം മാറുന്നു, ഭാഷ മാറുന്നു. എനിക്കതെല്ലാം പെട്ടെന്ന് അന്യം നിന്നതുപോലെ ആയിപ്പോയി. അതെന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ആദ്യം എന്നിലേക്ക് ഉണ്ടാക്കിയത് നാട്ടിലുള്ള സാംസ്കാരിക പ്രവർത്തകരും വായനശാലയൊക്കെയാണ്. അപ്പോൾ അതെൻ്റെ ഈ പട്ടിണി മാറ്റി എന്ന് തന്നെ പറയാം. അത് മാറി എനിക്ക് ആവശ്യത്തിന് പൈസയായി, വായുവും വെള്ളവും ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പ്രധാനമായിട്ടൊന്ന് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ എനിക്ക് എന്നെ സമാധാനപ്പെടുത്തേണ്ടി വരുന്നു. അതിനാണ് ഞാൻ എൻ്റെ 4ാം ക്ലാസ്സും തുടർന്ന് പഠിക്കണം. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. എനിക്ക് മറ്റുള്ളവരുടെ പുസ്തകവും അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ സംസ്കാരം തന്നെയാണ് എന്നിലേക്ക് പകർന്ന് കിട്ടുന്നത്. എങ്കിലും എനിക്ക് എന്നെ ഒന്ന് സമാധാനപ്പെടുത്താവുന്നതുകൊണ്ട് എന്തുകൊണ്ട് നീ അന്ന് പഠിച്ചില്ല എന്നുള്ളതിനൊരു മറുപടി പറയലാണ് എനിക്ക് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും 10 പഠിച്ചു, ഡിഗ്രി എഴുതി എന്നൊക്കെ ഓരോരുത്തർ കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര കൊതിയായിരുന്നു. അങ്ങനെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ മുതിർന്നവർക്ക് അവസരം തെറ്റിപ്പോയവർക്ക് പഠിക്കാൻ സൗകര്യമുണ്ടെന്നറിയുന്നത്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു കൊനിഷ്ടുള്ളത് 10 എഴുതണമെങ്കിൽ 4ാം ക്ലാസ് കഴിയും, 7ാം ക്ലാസ് കൂടെ കഴിയണം. അങ്ങനെ ഞാനിപ്പോൾ 7 പാസ്സായി. ഇനി തുടർന്ന് പഠിക്കണം. അപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്ക് നീ എന്താ പള്ളിക്കൂടത്തിൽ പോകാത്തതെന്ന് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കില്ലല്ലോ, അതിനു വേണ്ടിയിട്ടാണ്.